ഇതെന്തിനാണിപ്പോ ഈ ചെയ്യുന്നത്? ചെറിയ ഒരു പ്രതിഷേധം. നീതിപീഠങ്ങളുടെ കാഴ്ച മങ്ങുമ്പോ നമ്മൾ കണ്ണുകെട്ടി പ്രതിഷേധിക്കും. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഐഡിയയാ. കണ്ണ് തുറക്കേണ്ട നേരത്ത് നിങ്ങൾ തുറന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ആവശ്യം വരുമായിരുന്നോ സഖാവേ? പള്ളി പൊളിക്കാനും ഹിന്ദുരാഷ്ട്രത്തിലേക്ക് രഥമുരുട്ടാനും സംഘപരിവാറിന് വഴിയൊരുക്കിയത് ആരാ? ഈ യൂത്ത് കോൺഗ്രസിന്റെ മാതൃസംഘടനയും അവരുടെ പഴയകാല നേതാക്കളുമല്ലേ. ഇതൊക്കെ നിങ്ങൾ അന്തം കമ്മികളുടെ ഇറക്കല്ലയോ മനുഷ്യ? പാർട്ടി സപ്ലൈ ചെയ്യുന്ന ക്യാപ്സ്യൂൾസ് ഒന്നുമല്ല. ഞങ്ങളെ വളർത്തിയതും വാഴിച്ചതും നിങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. 949 ഡിസംബർ 22 ഒരു സംഘം സന്യാസിമാര് നിങ്ങളുടെ അനുഗ്രഹാശിസുകളോടെ രാമവിഗ്രഹം ഒളിച്ച് കടത്തിയതോടെയല്ലേ ഈ അയോധ്യ എന്ന രാഷ്ട്രീയ നാടകത്തിന് തിരശീല ഉയർന്നേ? അതിലാർക്ക് സംശയം? അന്ന് ഐക്യപ്രവിശ്യയായിരുന്ന UP-യിലെ ഭരണത്തലവനാരാ? GB പന്തല്ലേ? ഈ പന്താരാ? അടിയുറച്ച കോൺഗ്രസുകാരൻ. അന്ന് അതിനെതിരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കത്തെഴുതിയിട്ടും ഈ പന്ത് അനങ്ങിയില്ലല്ലോ. ഇതും കഴിഞ്ഞ് ഈ ഡ്രാമേന്റെ സെക്കൻഡ് സ്റ്റേജാ. പള്ളിയിലെ രാമവിഗ്രഹത്തിന്റെ പ്രാർത്ഥനക്കുള്ള പെർമിഷൻ കൊടുത്തത് ആരാ? ഈ യൂത്ത് കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ രാജീവ് ഗാന്ധി മൂപ്പരല്ലപ്പാ. 986 ഫെബ്രുവരി 1 ഓരാ പള്ളിന്റെ ഗേറ്റ് ഓപ്പൺ ആക്കിയേ. അന്നത് ചെയ്തത് എന്തിനാന്ന് കൂടി പറയേ. ഷബാനു കേസിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയില് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനല്ലേ രാജീവ് ജി അത് ചെയ്തേ? ഈ അയോധ്യ ഒരു തുറുപ്പാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായതും അന്നാ. അത് കഴിഞ്ഞ് ഈ അയോധ്യയിൽ ശിലാന്യാസം നടത്താൻ അനുമതി കൊടുത്തതാരാ? ഈ രാജീവ് ഗാന്ധി തന്നെയല്ലേ? 989 നവംബർ 9. അന്നത് ചെയ്തതോ തൊട്ടടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടു. എന്നിട്ട് അതിന്റെ നേട്ടമുണ്ടാക്കിയതോ ഞങ്ങള് പരിവാരങ്ങളും. ഇനി അതും കഴിഞ്ഞ് പള്ളി പൊളിക്കാൻ കൂട്ടു നിന്നതോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു മൂപ്പരും. പറ്റിയതാവിടാ. 16 ഭാഷ അറിയുന്ന ഒരു മനുഷ്യൻ ഒരു ഭാഷയിലും നോത് പറയില്ല എന്ന് വന്നാല് അന്ന് വായ മൂടിക്കെട്ടിയിരുന്നവരുടെ പിൻഗാമികൾ ഇന്ന് കണ്ണു മൂടിക്കെട്ടുന്നു. അതാണിതിലെ വിരോധാഭാസം. ഉള്ളത്തിന്റെ ഉള്ളിലുണ്ട് ഉള്ളതായൊരു ഉള്ളത്. Thank you.